ജൂലൈ 30 വെളുപ്പാൻ നേരവും തുടർന്നുള്ള ഈ ദിവസങ്ങളുമെല്ലാം ഒരു സ്വപ്നമായിരുന്നോ അതോ യാഥാർത്ഥ്യം തന്നെയോ എന്ന് ഇതുവരെയും വിശ്വസിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല. മുണ്ടക്കൈ പ്രദേശത്ത് ഉണ്ടായ ഉരുൾപൊട്ടൽ നമ്മുടെ ഈ നാടിനെ വിറങ്ങലിപ്പിച്ചിരിക്കുകയാണ്. മനുഷ്യവാസമുള്ള പ്രദേശങ്ങളാണ് അത് തൂത്തുവാരി എറിഞ്ഞത്. മുണ്ടക്കൈ ചൂരമല പ്രദേശത്തെ 360ഓളം പേരുടെ മൃതശരീരങ്ങൾ കണ്ടുകിട്ടിയിരിക്കുന്നു. ഇനിയും അനേകരെ കണ്ടെത്തുവാനുണ്ട്. കൂടാതെ അനേകം പേർ ആശുപത്രികളിൽ ചികിത്സ തേടുന്നു. നമ്മുടെ ഈ ചൂരൽമല സെന്റ് സെബാസ്റ്റ്യൻ ഇടവക ദേവാലയത്തിലെ 5 വീടുകൾ പൂർണ്ണമായിട്ടും തകർന്നു. 4 വീടുകൾ നിലനിൽപ്പ് ഉണ്ടെങ്കിലും അവിടെ എത്തിച്ചേരുവാൻ യാതൊരു വഴിയുമില്ലാത്ത സാഹചര്യം. ദുരന്തമുണ്ടായ നിമിഷം മുതൽ ഈ ദേവാലയത്തിന്റെ അകവും പള്ളി ഹാളും പരിസരവും എല്ലാം നമ്മൾ രക്ഷാപ്രവർത്തകർക്കായിട്ട് വിട്ടു നൽകി. ഈ പള്ളിയുടെ അകത്താണ് ജാതിമത ഭേദമന്യേ ആളുകൾ അഭയം പ്രാപിച്ചത്, രക്ഷാപ്രവർത്തകരായ സൈനികർ വിശ്രമിച്ചത്. ഇപ്പോഴും രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം അവർക്ക് വേണ്ടി. ഈ വലിയ ദുരന്തത്തിലൂടെ നമ്മുടെ 9 പ്രിയപ്പെട്ടവരാണ് കാണാമറയത്ത് ആയത്. 8 പേർ ഇടവകാംഗങ്ങളാണ്. ജസ്റ്റിൻ എന്ന് പറയുന്ന ഒരാൾ ഇവിടെ ബന്ധുവീട്ടിൽ വന്ന ആളാണ്. ഈ ജസ്റ്റിനെയും കൂട്ടിയാണ് നമുക്ക് 9 പേർ നഷ്ടമായിരിക്കുന്നത്. ഇതിൽ 7 പേരുടെ മൃതസംസ്കാര ശുശ്രൂഷകൾ നടന്നു. ഇനിയും 2 പേർ നമ്മുടെ കാണാമറയത്താണ്. ഇവരുടെ നഷ്ടപ്പെടൽ ഈ ചൂരൽമല ഇടവകയ്ക്ക് തീരാ നഷ്ടമാണ്, വിശ്വസിക്കുവാൻ സാധിക്കാത്തതുമാണ്. ആശുപത്രിയിൽ ചികിത്സയിൽ ആയിരിക്കുന്ന റെജീന, ജെയ്സൺ, ഓമന എന്നിവരെ പ്രത്യേകമായിട്ട് ഓർക്കുകയും അവരുടെ സൗഖ്യത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇപ്പോഴും കാണാമറയത്ത് ആയിരിക്കുന്ന പ്രിയപ്പെട്ട തേക്കിലക്കാട്ടിൽ ജോയി, ലീലാമ ദമ്പതികൾ കഴിഞ്ഞ ഞായറാഴ്ച വിശുദ്ധ കുർബാന കഴിഞ്ഞ സെമിത്തേരിയിൽ എല്ലാവരും ചെടിയെല്ലാം നട്ട് തിരിച്ചു വന്നപ്പോൾ ജോജോ പറഞ്ഞു, ജോയി ചേട്ടൻ കല്ലറയൊക്കെ പ്രത്യേകിച്ച് നോക്കുന്നുണ്ട്. കുടുംബക്കല്ലറ എടുക്കാനാണോ അതോ ഭാര്യയ്ക്കും തനിക്കുമുള്ള സ്ഥലം കണ്ടെത്തുകയായിരുന്നോ എന്ന് അറിയില്ല. മുൻപ് ഞാൻ പറഞ്ഞതുപോലെ ജോയി ചേട്ടൻ ഒരു നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരനായിരുന്നു. 27-ാം തീയതി കൊച്ചുമകന്റെ ജന്മദിനം വീട്ടിൽ ഒരുമിച്ച് ആഘോഷിച്ചപ്പോൾ ജോയി ചേട്ടനും ലീലാമ്മ ചേച്ചിയും പറഞ്ഞു, ഒരു ഉരുൾ പൊട്ടിയാല് ഈ ഭാഗത്തുള്ള വീടെല്ലാം എടുത്തുകൊണ്ട് പോകും. ആ വാക്കുകൾ 3 ദിവസങ്ങൾക്ക് ശേഷം അന്വർത്ഥമായിരിക്കുന്നു. എല്ലാവരും പ്രിയപ്പെട്ട അയൽവാസികളും മക്കളും എല്ലാം പറഞ്ഞു മാറുവാനായിട്ട്. പക്ഷെ അവർ മാറിയില്ല. എന്തെങ്കിലും സംഭാവനയോ പിരിവോ പറഞ്ഞാൽ കുർബാന കഴിഞ്ഞ ഉടൻ ആദ്യം തന്നെ പോക്കറ്റിൽ കൈയിട്ട് തരുന്നത് ജോയി ചേട്ടനായിരിക്കും. ഇടയ്ക്ക് എന്നെ കാണാൻ വരുമ്പോഴും മുടങ്ങാതെ ക്ലീനിങ്ങിനും പൊതുപ്പണിക്കുമെല്ലാം വരുമ്പോഴും ജോയി ചേട്ടനും ലീലാമ്മ ചേച്ചിയും വരുമ്പോൾ ഒരു പൊതി ആരും കാണാതെ ഇത് അച്ഛനാണ് എന്ന് പറഞ്ഞ് കൊണ്ടുവരും. സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു അപ്പനും അമ്മയും പള്ളിയിലെ എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിലുണ്ടാകും. തിരുനാളിലും കുരിശിന്റെ വഴിയിലുമെല്ലാം കുരിശുമെടുത്ത് ഏറ്റവും മുൻപിലുണ്ടാകും. മുൻ കൈക്കാരനായിട്ടും AKCC ഭാരവാഹി എന്നീ നിലകളിലുമെല്ലാം ജോയി ചേട്ടനും മാതൃവേദിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ലീലാമ്മ ചേച്ചിയും സജീവമായിരുന്നു. രാവും പകലും ഏലത്തോട്ടത്തിൽ അധ്വാനിച്ച് ജീവിക്കുന്ന കുടുംബം. ഞായറാഴ്ച ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നുവിട്ട പഴം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. പക്ഷേ ജോയി ചേട്ടനും ലീലാമ്മ ചേച്ചിയും ആ വീടും പരിസരവും ഇന്ന് അവശേഷിക്കുന്നില്ല. ഈ അടുത്ത് വീട്ടിലേക്കുള്ള വഴിയും മുറ്റവും എല്ലാം ഇന്റർലോക്ക് ചെയ്ത് വൃത്തിയാക്കിയത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ് എന്ന് തിരിച്ചറിയുന്നു. ഒരു ദിവസം ക്ലീനിങ്ങിന് വന്നപ്പോൾ
ജോയിച്ചേട്ടൻ പറഞ്ഞു, അച്ഛാ, ഈ വെള്ള ടൈൽ ഇട്ടിരിക്കുന്ന പള്ളിമുറിയിൽ തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ വലിയ പ്രകാശവും തെളിച്ചവുമുണ്ട് എന്ന്. ഇതുപോലെ നമ്മുടെ മനസ്സും നമ്മൾ അടിച്ചു വൃത്തിയാക്കിയാൽ എത്രമാത്രം പ്രകാശവും തെളിച്ചവും ഉണ്ടാകും എന്ന്. മക്കളെയും കൊച്ചുമക്കളെയും എല്ലാം സ്നേഹിച്ച ആ ഒരു കുടുംബം പ്രത്യേകമായിട്ട് അവരെല്ലാം ഓർക്കുന്നു. എത്രയും വേഗം ഈ പുണ്യപ്പെട്ട ജീവിതങ്ങളെ തിരിച്ചു കിട്ടട്ടെ, അവരെ കണ്ടെത്തട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ എല്ലാമായിരുന്നു വരവുകാലായിൽ നീതു ജോജോ. കൊച്ചുകുട്ടികൾക്ക് അമ്മയും ജ്യേഷ്ഠ സഹോദരിയുമായിട്ടും യുവജനങ്ങൾക്ക് സഹോദരിയും മുതിർന്നവർക്ക് അനുജത്തിയും ആയിട്ട് നീതു എപ്പോഴും ഉണ്ടായിരുന്നു. തന്റെ ജോലിസ്ഥലത്തെ തിരക്കുകൾക്കിടയിലും കുടുംബത്തിലെ പ്രാരാബ്ധങ്ങൾക്കിടയിലും പള്ളിയുടെ എല്ലാ കാര്യങ്ങളിലും സജീവമായിരുന്നു. മാതൃവേദി, KCYM ഇടവക സെക്രട്ടറി, മിഷൻ ലീഗ് എന്നിവയിൽ സജീവമായിരുന്നു നീതു. ഞായറാഴ്ച കോരിച്ചൊരിയുന്ന മഴയത്ത് ഒരു മടിയും കൂടാതെ ജോജോയും മകനുമൊത്ത് മിഷൻ ലീഗിന്റെ സാഹിത്യ മത്സരത്തിൽ പങ്കെടുക്കുവാൻ കൽപ്പറ്റയിൽ പോകുകയും ചെയ്തു. എന്ത് കാര്യം പറഞ്ഞാലും നീതു റെഡിയായിരുന്നു. 30 വയസ്സുകൊണ്ട് 100 വർഷം ചെയ്യാവുന്നതെല്ലാം ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ പറഞ്ഞാലും പാട്ടുപാടുവാനോ ഡാൻസ് കളിക്കുവാനോ പ്രസംഗിക്കുവാനോ നേതൃത്വം വഹിക്കുവാനോ അങ്ങനെ എല്ലാത്തിലും നീതു മിടുക്കിയായിരുന്നു. സർവകല വല്ലഭയായിരുന്നു. വൈദികർക്കും സിസ്റ്റേഴ്സിനും എല്ലാവർക്കും പ്രിയപ്പെട്ട മകൾ. വാഴവറ്റയിൽ അൾത്താര ബാലികയായി അവിടെയും എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിരുന്നു. വിവാഹ ജീവിതത്തിന്റെ 10ാം വാർഷികം ആഘോഷിച്ച ഈ വർഷത്തിൽ തന്നെ തന്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും ജീവിത പങ്കാളിയെയും മകനെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും എല്ലാം അവശേഷിപ്പിച്ച് അവരെയെല്ലാം തന്റെ ഫോൺ കോളിലൂടെ രക്ഷിക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് നല്ല ഓർമ്മകളും മാത്രം അവശേഷിപ്പിച്ച് നമ്മോട് എല്ലാം കടന്നുപോയിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരി, എന്നും നിന്റെ ആ പുഞ്ചിരി ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട്. ചിറ്റിലപ്പള്ളി കുടുംബത്തെ ഓർക്കുമ്പോൾ തലേ ദിവസം വൈകിട്ട് കോരിച്ചൊരിയുന്ന മഴ സമയത്ത് ഇരുട്ടുമോടിയ ആ സമയത്ത് പാടിയിൽ താമസിക്കുന്ന ചിറ്റിലപ്പള്ളി ജോണിച്ചേട്ടന്റെ കുടുംബത്തെയും ചിറ്റിലപ്പള്ളി ഷീബയുടെ കുടുംബത്തെയും കണ്ടുമുട്ടുവാൻ എനിക്കും സാധിച്ചു. ആ നിമിഷങ്ങൾ ഓർക്കുകയാണ്. പുഴയിലെ വെള്ളം ആർത്തു വരുമ്പോഴും എന്ത് ചെയ്യണം എന്നറിയാതെ അവർ ആശങ്കയിലായിരുന്നു. ജോണിച്ചേട്ടനും കുടുംബവും പാടിയിലേക്ക് താമസിക്കുവാൻ വന്നതുകൊണ്ടാണ് ഷീബച്ചേച്ചിയും കുടുംബവും അവിടെ തന്നെ നിന്നത്. അല്ലെങ്കിൽ പാലക്കാടേക്ക് പോകുവാൻ വേണ്ടി അവര് തയ്യാറെടുപ്പുകളും ആലോചനകളും നടത്തുകയും ചെയ്യുകയായിരുന്നു. വീട്ടിലേക്ക് കയറുവാൻ നിർബന്ധം പറഞ്ഞപ്പോഴും വെള്ളം ഒലിക്കുന്നതിനാല് ഞാൻ അങ്ങോട്ട് കയറിയില്ല. പലപ്പോഴും വീട്ടിൽ വരുമ്പോൾ എന്തെങ്കിലും കഴിക്കുവാൻ നിർബന്ധം പിടിക്കുന്ന ഷീബച്ചേച്ചി പള്ളിയിലെ തിരുനാൾ സമയത്തുമെല്ലാം പള്ളിമുറിയിൽ വരുന്ന ഗസ്റ്റുകൾക്ക് ഭക്ഷണ കാര്യങ്ങളെല്ലാം നിർവഹിക്കുവാൻ ഉത്തരവാദിത്തോടുകൂടി അതെല്ലാം ഏറ്റെടുത്ത് നടത്തുകയും ഒക്കെ ചെയ്ത ആ ദിനങ്ങൾ ഓർക്കുകയാണ്. ഈ സംഭവ വികാസങ്ങളെ കുറിച്ചെല്ലാം പറഞ്ഞ് ഇനിയും പാലക്കാടേക്ക് പോകുവാൻ വന്നതേയുള്ളൂ, ഇനിയും സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആയിരിക്കുകയായിരുന്നു അവരെല്ലാവരും. അന്ന് കണ്ടുമുട്ടിയ ആ നിമിഷത്തില് മറ്റൊരു ദിവസത്തില് മൃതശരീരമായിട്ട് വരുമെന്ന് ഒരിക്കലും വിശ്വസിക്കുകയും ചെയ്തിട്ടില്ല. കൂടാതെ ശിവചേച്ചിയുടെ മകൻ ഷിസിൻ ഈ മാസങ്ങളിലെല്ലാം പള്ളിയിലായിരുന്നു തന്റെ ബുള്ളറ്റ് കൊണ്ടുവന്ന് വെച്ചിരുന്നത്. ആ ബുള്ളറ്റ് പള്ളിയിലേക്കുള്ള പ്രവേശനം പള്ളിയോട് അടുത്തുള്ള ഒരു ജീവിതത്തിന് അവനെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. വീട്ടില് കൈക്ക് വേദനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് റെസ്റ്റ് എടുക്കുകയായിരുന്നു ആ മകനെ കണ്ടുമുട്ടിയപ്പോൾ. തീർച്ചയായിട്ടും ആ പ്രിയപ്പെട്ട മകനെയും തമ്പുരാന്റെ തിരുസന്നിധിയിലേക്ക് യാത്രയായതിൽ
അതിയായിട്ട് വിഷമിക്കുകയും ചെയ്യുന്നു. ചിറ്റിലപ്പള്ളി ജോണിച്ചേട്ടനും കുടുംബവും അഭിനവ് എന്ന് പറയുന്ന കുട്ടി ബർത്ത്ഡേ കേക്ക് മുറിച്ചതും അന്ന് കണ്ട ആ ഒരു നിഷ്കളങ്കനായിട്ടുള്ള ഒരു മാലാക കുഞ്ഞ് ജീവിതത്തിലെ മാനസികമായ അസുഖങ്ങൾ ഉണ്ടായി എങ്കിൽ പോലും ആ കുഞ്ഞ് എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. ഞങ്ങൾക്കെല്ലാവർക്കും ഒരു ശിശുവായിരുന്നു. അഭിനവ് ദൈവത്തിന്റെ പ്രിയപ്പെട്ട മകനായിട്ട് സ്വർഗത്തില് ആയിരിക്കുന്നുവെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. അനുഗ്രഹം 31-ാം തീയതിയാണ് ജന്മദിനം. ആ ജന്മദിനം 30-ാം തീയതി എടുത്തുകൊണ്ട് പോയെങ്കിലും 31-ാം തീയതി സ്വർഗത്തിലാണ് അനുഗ്രഹന്റെ ഈ വർഷത്തെ ജന്മദിനം ആഘോഷിക്കുവാൻ ദൈവം ഇടവരുത്തിയത്. അനുഗ്രഹ എല്ലാവർക്കും അനുസരണയുള്ള ഒരു കുട്ടിയായിരുന്നു. തലേ ദിവസം ഫോണ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷീബ ചേച്ചി ശകാരിച്ചതും സ്നേഹത്തോടുകൂടി അവരോട് ഇടപെടുന്നതുമെല്ലാം ഇപ്പോഴും മനസ്സിൽ കണ്ടുമുട്ടുന്നു. അനുഗ്രഹ കഴിഞ്ഞ 2-3 ഞായറാഴ്ചകളിലായിട്ട് ആദ്യം ദേവാലയത്തിൽ എത്തുന്ന വ്യക്തിയായിരുന്നു. 8 മണിക്ക് മുൻപേ ബസ്സിൽ എത്തിച്ചേരും. ദേവാലയം പള്ളി തുറക്കുന്നു. ദേവാലയത്തിലെ എല്ലാ കാര്യങ്ങളും കപ്പ്യാരോടുകൂടി എല്ലാം എടുത്തു വെക്കുവാനായിട്ട് സഹായിക്കുന്നു. വേദപാഠം കഴിഞ്ഞ് പള്ളിയെല്ലാം അടച്ചു പോകുന്ന അൾത്താര ബാലനായിട്ടുള്ള കുട്ടി സ്വർഗത്തില് തമ്പുരാനെ ശുശ്രൂഷിക്കുവാനുള്ള ഒരു മുന്നാസ്വാദനമായിട്ടാണ് ഈ പ്രക്രിയകളെല്ലാം ഈ ശുശ്രൂഷകളെല്ലാം ചെയ്തത് എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു. കുർബാനയ്ക്ക് കൂടി തമ്പുരാന്റെ തിരുസന്നിധിയിൽ സ്വർഗം കാണുവാൻ ഈ മകന് സ്വർഗത്തിന്റെ കവാടം തുറക്കപ്പെടട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട ജോണിച്ചേട്ടൻ, സുന്ദരനും സുമുഖനുമായ ജോണിച്ചേട്ടൻ ഞങ്ങൾക്കെല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. ഇടയ്ക്കൊക്കെ ഫോൺ വിളിക്കും. കണ്ടുമുട്ടുമ്പോഴാണെങ്കിലും സൗഹൃദങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. ജോണിച്ചേട്ടന്റെ പാട്ടുകൾ ഞങ്ങളെ എല്ലാവരെയും വളരെയധികം ആകർഷിച്ചത് തന്നെയാണ്. ജോണിച്ചേട്ടൻ കഴിഞ്ഞ ക്രിസ്മസ് ആഘോഷവേളയിലെല്ലാം പാടിയ പാട്ടുകൾ ഇന്നും ഞങ്ങളുടെ മനസ്സുകളിൽ അലതല്ലാതെ കിടക്കുകയും ചെയ്യുന്നു. പാട്ടും പാടി ഞങ്ങളെ വിട്ടുപോയ ജോണിച്ചേട്ടനാണ്. എല്ലാ ദിവസവും ഇടവകയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു ക്രിസ്തീയ ഭക്തിഗാനത്തിന്റെ ഓഡിയോ ഇടുന്നത് ജോയിച്ചേട്ടന്റെ ഒരു ദിനചര്യയാണ്. എല്ലാ പ്രഭാതത്തിലും ആ പാട്ടുകൾ കേട്ടുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും എഴുന്നേൽക്കുന്നത്. ആദ്യമൊക്കെ ഇട്ടപ്പോൾ അധികം പേരൊന്നും അത് കേൾക്കുന്നില്ലെങ്കിലും കഴിഞ്ഞ ഈ അടുത്ത കാലത്ത് എല്ലാവരും പറഞ്ഞു, ജോണിച്ചേട്ടന്റെ പാട്ടുകൾ അത് വളരെ പഴയ പാട്ടുകളാണ്, ഇപ്പോൾ കിട്ടാത്ത പാട്ടുകളാണ്, വളരെ അർത്ഥവത്തായിട്ടുള്ള പാട്ടുകളാണ്, അത് എല്ലാ ദിവസവും ഞാൻ കേൾക്കുന്നുണ്ട് എന്ന് പലരും പങ്കുവെച്ചത് ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അങ്ങനെ എല്ലാ ദിവസവും ഈ പാട്ട് ഗ്രൂപ്പിൽ ഇട്ട് അവസാന ദിവസം ഉരുൾപൊട്ടലിന്റെ തലേ ദിവസം തിങ്കളാഴ്ച ഇട്ട പാട്ട് അത് നമ്മുടെ എല്ലാം ഹൃദയം തകർക്കുന്ന, അല്ലെങ്കിൽ ഇതിനെല്ലാം ഒരു മുന്നാസ്വാദനമായിട്ട് പ്രവചനാതീതമായിട്ട് ഇട്ട പാട്ടായിട്ട് ഞാൻ കരുതുകയാണ്. അതിന്റെ ആദ്യത്തെ വരികൾ ഇപ്രകാരമാണ്: ആരെല്ലാം മറന്നാലും മറക്കാത്ത സ്നേഹമൻ യേശു എന്ന് തുടങ്ങിയ ആ പാട്ട് തീർച്ചയായിട്ടും നമ്മെ കൂടുതൽ ദുഃഖത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പ്രിയപ്പെട്ട ജോണിച്ചേട്ട, സ്വർഗത്തിൽ ദൈവതിരുസന്നിധിയിൽ ഇനിയും സംഗീതങ്ങൾ, പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അങ്ങേക്ക് ആകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇടവകാംഗമല്ലെങ്കിൽ പോലും ഇവിടേക്ക് ശിവശേഷിയുടെ വീട്ടിലേക്ക് കടന്നു വന്ന മകനാണ് പ്രിയപ്പെട്ട ജസ്റ്റിൻ. 25 വയസ്സ്. ജസ്റ്റിൻ ജെയ്സന്റെ കൂടെ പുതിയ ബുള്ളറ്റൊക്കെ വാങ്ങി സ്ഥലം കാണുവാൻ വേണ്ടി അവര് അന്നേ ദിവസം പ്രഭാതത്തില് എത്തിച്ചേർന്നവരാണ്. പ്രിയപ്പെട്ട ജസ്റ്റിനെയും വഴിയിൽ വെച്ച് കാണുവാനും സംസാരിക്കുവാനും പരിചയപ്പെടുവാനും ഇടയായി. ജസ്റ്റിൻ പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട്. 6 മാസം പ്രായമുള്ളപ്പോഴാണ് ഈ പ്രദേശത്ത് ആദ്യമായിട്ട് വന്നത്. അന്ന് ഒന്നും തിരിച്ചറിയാൻ കഴിയാതെ ഇരുന്നതുകൊണ്ട് അതിനുശേഷം
ആദ്യമായിട്ട് ഓർമ്മ വെച്ചപ്പോഴാണ് ഈ പ്രദേശത്ത് ഈ മനോഹരമായിട്ടുള്ള പ്രദേശം കാണുവാൻ ബുള്ളറ്റിൽ കയറി രണ്ടുപേരും കൂടി വന്നത്. ആ യാത്ര ജീവൻ എടുത്തുകൊണ്ട് പോകുവാൻ ഉള്ളതായിരുന്നുവെന്ന് തീർച്ചയായിട്ടും അത് അറിയുമ്പോൾ വേദനാജകം തന്നെയാണ്. പ്രിയപ്പെട്ട നഷ്ടപ്പെട്ടു പോയ ഇവർക്ക് ഓരോരുത്തർക്കും ഇടവക കുടുംബത്തിന്റെ പ്രാർത്ഥനയും ദൈവാനുഗ്രഹം ഉണ്ടാകണമെന്നുള്ള യാചനയുമാണ് ഈ അവസരത്തില് ഞങ്ങൾ സമർപ്പിക്കുന്നത്. ജീവന്റെയും മരണത്തിന്റെയും നാഥനായ നല്ല ദൈവം ഈ പ്രിയപ്പെട്ടവരെയെല്ലാം അനുഗ്രഹിക്കട്ടെ. ഒപ്പം ഇവരുടെ കുടുംബാംഗങ്ങൾക്ക് ആശ്വാസം അരുളുകയും തമ്പുരാന്റെ വലിയ സംരക്ഷണം എന്നും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുകയും ചെയ്യട്ടെ. നല്ല ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.